അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദ് മുസ്തഫൽ മുഖ്താർ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അഖിയാർ. ആദരണീയരായ സത്യവിശ്വാസികളെ, പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഒട്ടേറെ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അത്തരം പ്രാർത്ഥനകൾ നമ്മൾ മനഃപ്പാഠമാക്കുകയും അവ അതേ രൂപത്തിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒട്ടേറെ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. മാത്രമല്ല, നാം നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്ന പ്രാർത്ഥനകളുടെ ശൈലികൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അറബി ഭാഷാശാസ്ത്രത്തിൽ അഥവാ സാഹിത്യ ശാസ്ത്രമായ ബലാഗയിൽ മഖ്ബൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രീതി കൂടിയാണിത്. എന്തുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് പണ്ഡിതന്മാർ പ്രാമുഖ്യം നൽകുന്നത്? കാരണം പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ, പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഒരു വിഷയം ഏത് രൂപത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന്, അള്ളാഹുവിനെ ഏത് രൂപത്തിൽ അഭിസംബോധന ചെയ്യണമെന്ന്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് രൂപത്തിലുള്ള മര്യാദകളാണ് കൈക്കൊള്ളേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയവരായിരിക്കും പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും അതിൽ എല്ലാ രൂപത്തിലുള്ള അടക്കവും അനക്കവും ഒതുക്കവും കൃത്യമായി നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അത്തരം പ്രാർത്ഥനകൾ നമ്മൾ മനഃപ്പാഠമാക്കുകയും ഉരുവിടുകയും ചെയ്യേണ്ടതുണ്ട്. നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം റുക്കോയിൽ നമ്മൾ അള്ളാഹുവിനെ ഏറെ പുകഴ്ത്തുകയും അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും സുജൂദിൽ നമ്മൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുകയും ചെയ്യണം എന്ന് ഹദീസുകൾ കാണാൻ കഴിയും. ഇപ്പോൾ അറബികളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇത്തരം പ്രാർത്ഥനകൾ അവർ എഴുതി ഒരു കടലാസിൽ എഴുതിക്കൊണ്ട് സ്വന്തം കീശയിൽ സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം, അത് ഇടയ്ക്കിടെ എടുത്ത് ഓർമ്മിക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നത്. അവിടെ നമ്മൾ കാണാൻ കഴിയും അള്ളാഹുവിനെ യൂസുഫ് നബി അലൈഹിസ്സലാം അഭിസംബോധന ചെയ്യുന്നുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീൽ അഹാദീസ്. അള്ളാഹുവെ, നീ എനിക്ക് ഭരണാധികാരം നൽകിയിട്ടുണ്ട്, രാജാധികാരം നൽകിയിട്ടുണ്ട്. അതേപോലെ അല്ലം തഅ്വീൽ അഹാദീസ്, സ്വപ്ന വ്യാഖ്യാനം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ വലിയ ഫിൽ ദുനിയ വൽ ആഖിറ, നീ ഇഹലോകത്തും പരലോകത്തുമുള്ള എൻ്റെ വലിയാണ്, രക്ഷകനാണ് എന്നെല്ലാം സൂചിപ്പിച്ചതിന് ശേഷമാണ് തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു രാജ പാരമ്പര്യമല്ല. അദ്ദേഹത്തിൻ്റെ യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ പിതാവോ പിതാമഹനോ ഒന്നും തന്നെ ഭരണാധികാരികൾ ആയിരുന്നില്ല. എന്നിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാമയ്ക്ക് അള്ളാഹു ആ ഒരു ഭരണാധികാരം നൽകുകയാണ്. ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് ശേഷം, ഒട്ടേറെ ഘട്ടങ്ങൾക്ക് ശേഷം ആ രാജാധികാരം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അതേപോലെ സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂസുഫ് നബി അലൈഹി സ്വലാമയും യാക്കൂബ് നബി അലൈഹി സ്വലാമയും മാത്രമാണ് ആ കാലഘട്ടത്തിൽ ഈ സ്വപ്ന വ്യാഖ്യാനം അറിഞ്ഞിരുന്ന വ്യക്തികൾ. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങളെയെല്ലാം തൻ്റെ പ്രാർത്ഥനയുടെ ആദ്യഘട്ടത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹുവിന് മുമ്പിൽ ഓർമ്മിക്കുകയാണ്, അത് എടുത്തു പറയുകയാണ്. അത് എടുത്തു പറഞ്ഞതിന് ശേഷം അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്. അള്ളാഹു വലിയാണ്, ഫി ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും ഉള്ള വലിയാണ് അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സനാ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് ആരംഭിക്കുകയാണ്. ഇത് പ്രാർത്ഥനയുടെ അദബാണ്. ഈ ഒരു ആയത്തിൽ തന്നെ, ഈ ഒരു പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് പഠിക്കേണ്ട ഒട്ടേറെ പാഠങ്ങളുണ്ട്. അതിനുശേഷമാണ് തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്നെ എപ്പോഴും മുസ്ലിമായി മരിപ്പിക്കണം എന്ന് യൂസുഫ് നബി അലൈഹി സ്വലം പ്രാർത്ഥിക്കുന്നത്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതുപോലെ യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രഭാതത്തിൽ ചിലപ്പോൾ മുഅ്മിനായിരിക്കും, പക്ഷേ പ്രദോഷത്തിൽ അയാൾ സത്യനിഷേധിയായിരിക്കും, കാഫിറായിരിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് അയാൾ മാറ്റപ്പെടാം. അതുകൊണ്ട് ഏത് നിമിഷവും നഷ്ടപ്പെടാവുന്ന ഒന്നാണ് നമ്മുടെ ഈമാൻ എന്നതുകൊണ്ട് തന്നെ അത് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നിലനിർത്താനുള്ള തൗഫീഖിന് വേണ്ടി, ആ ഒരു മുസ്ലിമായിക്കൊണ്ട് മരണപ്പെടാനുള്ള ആ ഒരു തൗഫീഖിന് വേണ്ടി യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു മഹത്തായ ഒരു പ്രാർത്ഥനയിൽ യൂസുഫ് നബി അലൈഹി സ്വലാം ഉപയോഗിച്ച പദപ്രയോഗങ്ങളിൽ പ്രാർത്ഥനയുടെ എല്ലാവിധ മര്യാദകളും അദബുകളും കുടികൊള്ളുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.